ഈ ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റിലേക്ക് പവർ ടീം ഡയറക്റ്റ് ആയിട്ട് തന്നെ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ ലൈവില് ഇപ്പോൾ നോമിനേഷൻസ് ആണ് നടക്കുന്നത്. ആദ്യം തന്നെ പവർ ടീമാണ് നോമിനേറ്റ് ചെയ്യുന്നത്. പവർ ടീം ഒരുമിച്ച് ആ ഒരു പവർ റൂമിൽ കയറി അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവർ വളരെ ബുദ്ധിപൂർവ്വമായിട്ടാണ് കേട്ടോ അവർ ആ ഒരു ജാസ്മിന്റെ പേരെടുത്തത്. ആദ്യം പവർ ടീം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജിൻഡോയുടെ പേര്, ഗബ്രിയുടെ പേര്, ഇവരുടെയൊക്കെ പേര് ആദ്യം പറയുന്നുണ്ടെങ്കിലും അവരത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ജിൻഡോ ഒക്കെ എന്തായാലും നോമിനേഷനിൽ വരും, നമ്മളിപ്പോൾ നോമിനേറ്റ് ചെയ്തില്ലെങ്കിലും വേറെ ആൾക്കാർ ഉറപ്പായിട്ടും ജിൻഡോയുടെ പേരായിരിക്കും പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജിൻഡോയുടെ പേരോ ഗബ്രിയുടെ പേരോ ഒന്നും ഡയറക്റ്റായി എടുത്ത് പറഞ്ഞിട്ട് ആവശ്യമില്ല, അല്ലാതെ തന്നെ അവർ ഓൾറെഡി നോമിനേഷനിൽ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആളുടെ പേരെടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് ജാസ്മിന്റെ പേര് പറയുന്നു. ജാസ്മിൻ ഓൾറെഡി അവിടെ കിച്ചൺ ടീമിലായിരുന്നപ്പോൾ പോലും കിച്ചൺ ടീമിലെ ഡ്യൂട്ടികളൊക്കെ കുറെ ഉഴപ്പായിട്ടാണ് ചെയ്തത്. അതുമാത്രമല്ല ജയിലിൽ കിടന്ന് കുറച്ച് വിഷയം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരും കൂടെ ഒരുമിച്ച് പവർ ടീം ഒരുമിച്ച് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുകയായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഫ്രണ്ടിൽ വന്ന് നിന്ന് ജാസ്മിന്റെ പേര് പറയുന്നു. എന്നിട്ട് റീസൺ പറയുന്നു. ബിഗ് ബോസ് തരുന്ന ഡെയിലി ടാസ്ക് അല്ലാതെ ബിഗ് ബോസ് എന്നും നമുക്കൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ടും അവിടുത്തെ കുക്കിംഗ്, ക്ലീനിങ്, അങ്ങനത്തെ ഉള്ള ജോബുകൾ ആദ്യം ചെയ്യണം. അത് കൃത്യമായിട്ട് ചെയ്യാത്തതിന്റെ പേരിലാണ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് സായി അവിടെ പവർ ടീമിന്റെ റെപ്രസെന്റേറ്റീവായിട്ട് ചെന്നിരുന്നു പറയുന്നു. അങ്ങനെ ജാസ്മിനെ അവർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ളവരുടെ നോമിനേഷൻ ഇപ്പോൾ നടക്കുകയാണ്. നോമിനേഷൻ ലിസ്റ്റിലുള്ളത് ആരൊക്കെയെന്ന് നോമിനേഷൻസ് കഴിയുന്ന ഉടൻ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.